സഞ്ജു സാംസണിന്റെ ആരാധകർക്ക് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സങ്കടകരമായ ഒരു ടൂർണമെന്റാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ സഞ്ജു സാംസൺ ഒരു കളിയിൽ പോലും ഫോമായില്ല. അതിന്റെ അനന്തരഫലങ്ങൾ ഇപ്പോൾ സഞ്ജുവിനെ കാത്തിരിക്കുകയാണ്. സഞ്ജുവിനെ വെച്ച് ഭാഗ്യ പരീക്ഷണം നടത്താൻ താല്പര്യമില്ല എന്നാണ് അധികൃതരടക്കം പറയുന്നത്. 2026 T20 ലോകകപ്പിൽ പ്ലേയിങ് 11-ൽ സഞ്ജു സാംസണ് ഇടം കണ്ടെത്താനാവില്ലെന്നാണ് ഇപ്പോൾ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന സുനിൽ ഗവാസ്കറുടെ പ്രസ്താവന. മികച്ച ഫോമിലുള്ള ഇഷാൻ കിഷനെ മാറ്റാൻ ഇനി സാധിക്കില്ലെന്നും തിലക് വർമ്മ ഉടനെ തിരിച്ചെത്തുമെന്നതിനാലും മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് സുനിൽ ഗവാസ്കർ വ്യക്തമാക്കി പറയുന്നത്. കണ്ടോ, ഈ ഒരു പരമ്പരയിൽ സഞ്ജു തിളങ്ങാതിരുന്നതിന്റെ അനന്തരഫലങ്ങൾ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ നോർത്ത് ഇന്ത്യൻ ലോബി കാത്തിരിക്കുകയായിരുന്നു സഞ്ജുവിന്റെ പതനത്തിനായി. അത്രത്തോളം ആരാധകരും മറ്റുള്ളവരും സഞ്ജു സാംസണിന് ജസ്റ്റിസ് കൊടുക്കുക, ജസ്റ്റിസ് ഫോർ സഞ്ജു സാംസൺ എന്നൊക്കെ ഘോരം മുറവിളി കൂട്ടിയിട്ടാണ് സഞ്ജുവിന് അവസരങ്ങൾ ഇങ്ങനെ വരുന്നത്. പക്ഷെ ഈ കിട്ടിയ അവസരം ഒരു വലിയ അവസരമായിരുന്നു. ന്യൂസിലൻഡ് പരമ്പരയിൽ ശുഭ്മൻ ഗില്ലിനെ മാറ്റിക്കൊണ്ട് സഞ്ജുവിന് ഒരു സ്ഥിരം സാന്നിധ്യമായി, ഒരു പ്രധാന വിക്കറ്റ് കീപ്പറായി സഞ്ജുവിന് അവസരം കൊടുത്തു. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് ഇഷാൻ കിഷന് പോലും സെക്കൻഡറി പരിഗണനയാണ് കൊടുത്തത്. പ്രൈമറി സഞ്ജു സാംസൺ കൊടുത്തപ്പോൾ പക്ഷേ സഞ്ജു അത് മുതലെടുത്തില്ല എന്ന് മാത്രമല്ല, വളരെ നിരാശാജനകമായ പ്രകടനമാണ് സഞ്ജു ഈ പരമ്പരയിലുടനീളം കാഴ്ചവെച്ചത്. ഇപ്പോൾ അതിന്റെ അനന്തരഫലം എന്നോണം T20 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ടീമിലുണ്ടെങ്കിലും കളിക്കാൻ സാധ്യതയില്ല എന്ന് തീർത്ത് പറയുകയാണ് സുനിൽ ഗവാസ്കർ. സെലക്ഷൻ കമ്മിറ്റി താരത്തിന് എല്ലാ അവസരങ്ങളും ഇതിനോടകം നൽകിയെന്നും സഞ്ജു ഒരു മികച്ച താരമാണെങ്കിലും ലോകകപ്പിൽ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് സമയമില്ലെന്നും സുനിൽ ഗവാസ്കർ കൂട്ടിച്ചേർത്ത് പറയുന്നു. സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവെയാണ് സുനിൽ ഗവാസ്കറിന്റെ ഈ വളരെ വ്യക്തമായ നിരീക്ഷണം. സെലക്ഷൻ കമ്മിറ്റി സഞ്ജു സാംസണ് എല്ലാ അവസരങ്ങളും നൽകി. എന്നാൽ ഇഷാൻ കിഷന്റെ ഫോമും തിലക് വർമ്മയുടെ തിരിച്ചുവരവും കണക്കിലെടുക്കുമ്പോൾ ബാറ്റിംഗ് ഓർഡർ വളരെ വ്യക്തമാണ്. തിലക് ഫിറ്റ് ആണെങ്കിൽ ഫെബ്രുവരി 7 മത്സരത്തിൽ സഞ്ജു പ്ലേയിങ് 11-ൽ ഉണ്ടാവുകയില്ല. ഇഷാനെ ഇനി ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടാണ്. ആർക്കു വേണ്ടിയാണ് അവനെ മാറ്റേണ്ടത്? തിലക് കഴിവ് തെളിയിച്ച ഒരു താരമാണ്. സഞ്ജുവും മികച്ച താരം തന്നെ, പക്ഷേ അവനിപ്പോൾ ഫോമിലല്ല. അത് അവന്റെ കഴിവുമായി ബന്ധമില്ല. 5 മത്സരങ്ങളിലെ അവന്റെ ഉയർന്ന സ്കോർ വെറും 24 റൺസാണ്. സഞ്ജു പുറത്തായ രീതികൾ കാണുമ്പോൾ ആത്മവിശ്വാസം അവന് കുറവാണെന്ന് വളരെ വ്യക്തമാവുകയാണ്. ലോകകപ്പ് പോലുള്ള ഒരു ടൂർണമെന്റിൽ നമുക്ക് ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാനാവില്ലല്ലോ. സുനിൽ ഗവാസ്കർ വളരെ വ്യക്തമായി ചിട്ടയായി തന്നെ പറഞ്ഞു വെച്ചു. ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ സഞ്ജുവിന് ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയിൽ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല എന്നത് പച്ചയായ സത്യമാണ്. നമ്മൾ മലയാളികൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഈ ഒരു ടൂർണമെന്റ് നമ്മുടെ സഞ്ജുവിന് വേണ്ടി കാത്തിരുന്നതും പിന്നെ കണ്ടതും. കാര്യവട്ടത്ത് പോലും നടന്ന മത്സരത്തിൽ സഞ്ജു എന്താണ് കാണിച്ചത്? അതിനുശേഷം വിക്കറ്റ് കീപ്പിങ്ങിന് ഇറങ്ങിയ സഞ്ജുവിനെ അപമാനിച്ചു വിടുന്നത് പോലെയാണ് തിരിച്ചു പറഞ്ഞയച്ചത്. അതും മലയാളികൾക്കൊരു നോവായി. അങ്ങനെ എല്ലാം മലയാളികൾ കണ്ടു. സഞ്ജു സാംസൺ എല്ലാം ഇതെങ്ങനെ സഹിക്കുന്നു എന്ന് ആലോചിച്ചും നമുക്ക് വിഷമമുണ്ട്. എന്നിരുന്നാലും സഞ്ജുവിന് കിട്ടിയ ഒരു വലിയ അവസരമാണ് സഞ്ജു തുലച്ചത് എന്ന് വേണം പറയാൻ. ഈ പരമ്പരയിൽ സഞ്ജു നേടിയത് 46 റൺസാണ്. ആകെ 46 റൺസ്. അതിൽ ഉയർന്ന സ്കോറാകട്ടെ 4-ാം മത്സരത്തിലെ 15 പന്തിൽ 24 റൺസ് എടുത്ത ആ ഒരു പെർഫോമൻസ് ആണ്. ബാക്കി മത്സരങ്ങളിലെ സഞ്ജുവിന്റെ സ്കോർ 10, 6, ഡക്ക്, വീണ്ടും 6. അതായത് 10 റൺസ്, 6 റൺസ്, 0 റൺസ്, 6 റൺസ് എന്നിങ്ങനെയായിരുന്നു. 2 അക്കം കടക്കാൻ പോലും സഞ്ജു പെടാപ്പാട് പെടുകയാണ്. തന്റെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിലെങ്കിലും സഞ്ജു സാംസൺ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മലയാളികളുടെ നെഞ്ചത്തേക്കാണ് സഞ്ജു വെടിയുതിർക്കുന്നത് പോലെ ആ ഒരു വിക്കറ്റ് കളഞ്ഞത്. ബിക്കോസ് അത്രത്തോളം നമ്മൾ ആഗ്രഹിച്ചിരുന്നു സഞ്ജു സാംസണിന്റെ ഫോം വീണ്ടെടുക്കലും ഒരു സെഞ്ചുറിയെങ്കിലും. പക്ഷേ നമ്മളെ വളരെ വലിയ ഒരു ആനന്ദത്തിലേക്ക് നയിച്ചത്, നമ്മളെ ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള രോമാഞ്ചിഫിക്കേഷനിലോട്ട് നയിച്ചത് ഇഷാൻ കിഷനാണ്. ഇഷാൻ കിഷന്റെ പെർഫോമൻസ് കാര്യവട്ടത്ത് കളി കണ്ട അല്ലെങ്കിൽ ആ ഒരു മത്സരം കണ്ട ഒരു ക്രിക്കറ്റ് ആരാധകരും മറക്കാനിടയില്ല. കാരണം അത്രത്തോളം ഗംഭീര സെഞ്ചുറിയാണ് ഇഷാൻ കിഷൻ എടുത്തത്. അങ്ങനെയാണ് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കേണ്ടത്. ഇപ്പോൾ ഇഷാൻ കിഷൻ സഞ്ജുവിന്റെ സ്ഥാനത്തേക്ക് വരികയും സഞ്ജു ആ സ്ഥാനത്ത് നിന്ന് വീണ്ടും ടീമിന്റെ പുറത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇഷാൻ കിഷനാണ് ആ മത്സരത്തിൽ വിക്കറ്റ് കീപ്പറായിരുന്നത്. അത് ക്യാപ്റ്റൻ സൂര്യകുമാറിന്റെയും
കോച്ച് ഗൗതം ഗംഭീറിനെയും തീരുമാനമായിരുന്നു. സഞ്ജുവിന് കൊടുക്കേണ്ട അവസരങ്ങളൊക്കെ കൊടുത്തു. വളരെ ആകാംക്ഷയിലാണ് സൂര്യകുമാർ സഞ്ജു കളിക്കാനുണ്ട് എന്ന് ആദ്യം പറഞ്ഞത്. പിന്നീട് ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ വളരെ ആത്മവിശ്വാസത്തിൽ കീപ്പ് ചെയ്യാനെത്തിയ സഞ്ജുവിനെ തിരിച്ചു പറഞ്ഞേക്കുകയായിരുന്നു. അതിൽ അവരുടെ ദേഷ്യം പ്രകടമാണ്. സൂര്യകുമാറും ഗൗതം ഗംഭീറും ചേർന്നെടുത്ത തീരുമാനമാണ് സഞ്ജു ഇനി കളിക്കണ്ട എന്നുള്ളത്. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറായി നിൽക്കട്ടെ, കാരണം ഇഷാൻ കിഷൻ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം മനോഹരമായിരുന്നു അവന്റെ ഇന്നിങ്സ്. ആ മനോഹരമായ ഇന്നിങ്സിലൂടെയാണ് ഇന്ത്യ അത്ര വലിയൊരു കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഇഷാൻ കിഷൻ മതി എന്ന നിലയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ സുനിൽ ഗവാസ്കർ കൂടി തന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ സഞ്ജുവിന്റെ ഭാവി ഇന്ത്യൻ ടീമിൽ തുലാസിലായിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. എന്താണ് സ്പോർട്സ് പിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം? സഞ്ജുവിന് കിട്ടേണ്ട അവസരങ്ങളെല്ലാം കിട്ടിയില്ലേ? സഞ്ജു തന്നെയല്ലേ അത് തുലച്ചു കളഞ്ഞത്? ഇനി സഞ്ജുവിന് ഒരു ഭാവി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടോ? അതോ IPL മാത്രമായിരിക്കുമോ സഞ്ജുവിന്റെ ഭാവി? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ ക്രിക്കറ്റ് നിരീക്ഷണങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം. താങ്ക്